ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനം പുതുപ്പള്ളിയിലെ വീട്ടിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന പാകിസ്ഥാൻ സ്വദേശി തൈമൂർ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനോടകം തന്നെ വൈറലായ ഈ ഇന്ത്യ പാക് പ്രണയകഥയിലെ മറ്റൊരു തിളക്കമുള്ള അധ്യായമായിരുന്നു ഇന്ന്. ദുബായിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ 14 വർഷങ്ങൾക്ക് മുൻപ് കണ്ടുമുട്ടിയതാണ് തൈമൂറും ശ്രീജയും. 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം. കഴിഞ്ഞ ജനുവരിയിൽ 2 ആഴ്ചത്തെ അവധിക്ക് തൈമൂർ നാട്ടിലെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വരവിന് ഒറ്റ ലക്ഷ്യം മാത്രം: ശ്രീജയുടെ നാട്ടിൽ ശ്രീജയ്ക്കൊപ്പം ശ്രീജയുടെ ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം. यस फर्स्ट टाइम है हम लोग इंडिया में ये सेलिब्रेट किया इंडिपेंडेंस डे. नॉर्मली हम लोग दुबई में घर में ये पाकिस्तान और इंडिया का सेलिब्रेट करते हैं, बट ये अच्छा एक्सपीरियंस है. for पाकिस्तान का तो सेलिब्रेट नहीं किया, मैं ट्रैवल में था 14 को, अभी मैं आया आज ही. तो बहुत अच्छा एक्सपीरियंस है माशाल्लाह. इधर ही घर में फैमिली को भी मिला, हम लोग इंडिपेंडेंस डे भी सेलिब्रेट किया इंडिया का. എന്തായാലും സ്വാതന്ത്ര്യദിനത്തിൽ തൈമൂർ ഒപ്പമുള്ളതിന്റെ സന്തോഷം ശ്രീജയും മറച്ചു വെച്ചില്ല. പൊതുവെ ഞങ്ങൾ രണ്ട് ഇൻഡിപെൻഡൻസ് ഡേ പാകിസ്ഥാനെ ഇന്ത്യയുടെ ആഘോഷിക്കാറുണ്ട് ദുബൈയിലായിരുന്നു. ഇപ്പോൾ ഇന്ന് വന്നതുകൊണ്ട് 15-ന് അന്ന് വന്നതുകൊണ്ട് നമ്മളിപ്പം ഇന്ത്യയുടെ ആഘോഷിക്കുന്നു. അവിടെ ഇതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം തൈമൂർ ദുബായിലേക്ക് മടങ്ങും. നിയമം അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്ഥിരതാമസമാക്കണമെന്നാണ് തൈമൂറിൻ്റെ ആഗ്രഹം. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ ഇവിടെയില്ല. എങ്ങും സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മകൾ മാത്രം. കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.